ഹലോ ഗെയ്സ്, ഇതൊരു ചൈന CRT കിറ്റാണ്. എനിക്ക് കിറ്റായിട്ട് വന്ന് ഞാൻ ട്യൂബ് കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇത് കംപ്ലൈൻറ്റ് ഓസിലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് ഇവിടെ നമ്മുടെ കടയിൽ ട്യൂബിനകത്ത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓസിലേറ്റ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് എന്താ കംപ്ലൈൻറ്റ് നോക്കാം. ആദ്യം നമുക്ക് മീറ്റർ ബസർ മോഡ് സെറ്റ് ചെയ്തിട്ട് എച്ച് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഞാൻ ബസർ മോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എച്ച് ഔട്ട് ഓക്കെ ആണ്. ഞാൻ മീറ്റർ അവിടെ ഗ്രൗണ്ട് അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് TV ഓൺ ചെയ്ത് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. TV ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബേസിക് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 110 ലൈൻ 115 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഓസിലേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് 5 വോൾട്ട് കൂടുതൽ നിൽക്കുന്നത്. 27 വോൾട്ട് 26 26 വോൾട്ട് 26.2 വോൾട്ട് ഉണ്ട്. വെർട്ടിക്കൽ സപ്ലൈ 10 വോൾട്ട് ഉണ്ടാവണം. 10 വോൾട്ട്. നമ്മുടെ റെഗുലേറ്റർ ട്രാൻസിസ്റ്ററുകൾക്കൊക്കെ വോൾട്ടേജ് പോകുന്നതാണ്. 5 വോൾട്ട് 8 വോൾട്ടിനൊക്കെ പോകുന്നത്. ഇത് ആഡിയോ 15 വോൾട്ട് ആഡിയോ ഓക്കെയാണ്. നമുക്ക് നമ്മുടെ മെമ്മറി ICക്ക് സപ്ലൈ ഉണ്ടോ നോക്കാം. 5 വോൾട്ട് മെമ്മറി ICക്ക് വരുന്നുണ്ട്. ട്യൂണറിന് 5 വോൾട്ട് ഉണ്ടോ നോക്കണം. ട്യൂണറിന് 5 വോൾട്ട് വരുന്നുണ്ട്. അടുത്തത് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഹൊറിസോണ്ടൽ ഡ്രൈവർ ട്രാൻസ്ഫോമറിന് സപ്ലൈ വരുന്നുണ്ടോ നോക്കണം. ഇതാണ് ഹൊറിസോണ്ടൽ ഡ്രൈവർ ട്രാൻസ്ഫോമർ. ഇവിടെ സപ്ലൈ വരുന്നില്ല. ഇവിടെ സപ്ലൈ വന്നെങ്കിൽ മാത്രമേ ഓസിലേറ്റ് ചെയ്യൂ. ഇവിടെ വരെ വോൾട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെർട്ടിക്കൽ സപ്ലൈ 26 വോൾട്ട് ആണ് അവിടെ വരേണ്ടത്. ഇവിടെ വന്നതായി ഇവിടുന്ന് ഒരു റെസിസ്റ്റൻസ് ഇട്ടു. ഈ പ്രിൻ്റ് വഴി ഇതൊരു റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസിലെത്തും. അവിടെ വരെ വോൾട്ടേജ് എത്തുന്നുണ്ട്. ഇപ്പുറത്തേക്ക് വോൾട്ടേജ് വരുന്നില്ല. ഇപ്പം നമുക്ക് ആ റെസിസ്റ്റൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ മീറ്റർ ഓംസ് മോഡിൽ ഇട്ടിട്ടുണ്ട്. കാണിക്കുന്നില്ല. നമുക്ക് റെസിസ്റ്റൻസ് വാല്യൂ ഒന്ന് കൂട്ടിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2K ഇട്ടിട്ടുണ്ട്. ഇല്ല. അപ്പോൾ നമുക്ക് ആ റെസിസ്റ്റൻസ് ഒന്ന് ഇളക്കി ചെക്ക് ചെയ്ത് നോക്കണം. ഫ്രണ്ട്സ്, ഇതാണ് ആ 22 ഓംസ് റെസിസ്റ്റൻസ്. സോറി, 22 അല്ല, 270 ഓംസ്. 270 ഓംസ് റെസിസ്റ്റൻസ് ഇതാണ്. ഇത് നമുക്ക് ഇളക്കി വേറൊരെണ്ണം മാറ്റിയിട്ട് നോക്കാം. എൻ്റെ ലൊക്കേഷൻ നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് ഹൊറിസോണ്ടൽ ഡ്രൈവർ ട്രാൻസ്ഫോമറിൻ്റെ ലെഗുകൾ. 1 2 3 4 5 കാലുണ്ട്. ഈ 4 കാലിനാണ് കണക്ഷൻ വരുന്നത്. and ഇവിടെ നമ്മുടെ 27 വോൾട്ട് സപ്ലൈ നിന്ന് ഈ റെസിസ്റ്റൻസ് ഇട്ടാണ് ഈ ഹൊറിസോണ്ടൽ ഡ്രൈവർ ട്രാൻസ്ഫോമറിൻ്റെ ഈ കാലിലേക്ക് സപ്ലൈ കൊടുക്കുന്നത്. ഈ റെസിസ്റ്റൻസ് ആണ് പോയിട്ടുള്ളത്. നമുക്ക് ഈ റെസിസ്റ്റൻസ് മാറ്റി വേറൊരു റെസിസ്റ്റൻസ് ഇട്ട് നോക്കാം. നമുക്കത് ഇളക്കാം. ഇതാണ് 270 ഓംസ് റെസിസ്റ്റൻസ്. നമുക്ക് മീറ്ററിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ഞാൻ മീറ്റർ ഓംസ് മോഡ് 2K സെറ്റ് ചെയ്യുന്നു. നമുക്കിന് കണ്ടിന്യൂറ്റി ഉണ്ടോയെന്ന് നോക്കാം. ഓംസ് ഉണ്ടോയെന്ന് നോക്കാം. റെസിസ്റ്റൻസ് ഓപ്പൺ ആണ്. നമുക്ക് വേറൊരു 270 ഓംസ് എടുത്തിടാം. ഞാൻ വേറൊരു 270 എടുത്തിട്ടുണ്ട്. എൻ്റെ പുതിയതില്ല, ഞാൻ വേറെ കിറ്റിൽ നിന്ന് പറഞ്ഞാൽ എടുത്തതാണ്. വേറെ കിറ്റിൽ നിന്ന് പറഞ്ഞാൽ ഇളക്കി എടുത്ത് 270 ഓംസ് ആണ്. 2K മീറ്റർ കിടക്കുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 270 ഓംസ്, 260 ഓംസ്, 68 വരെ കാണിക്കുന്നുണ്ട് ഓംസ്. ഈ റെസിസ്റ്റൻസ് ഓക്കെയാണ്. ഈ റെസിസ്റ്റൻസ് നമുക്കൊന്ന് ഇട്ട് നോക്കാം. അതൊന്ന് സോൾഡർ ചെയ്യാം. TV ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. TV ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. പവർ ലൈറ്റ് കത്തി. അപ്പോൾ 150 വോൾട്ട് ചെക്ക് ചെയ്ത് 182, 83 വോൾട്ട് ഉണ്ട്. ഓക്കെ. TV ഓസിലേറ്റ് ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.